ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോവാണ് ഫാമിലിയായിട്ട്. ഞാനും ഹസ്ബൻഡും അമ്മയും അച്ഛനും ഒരു കാറിൽ, അനിയനും വൈഫും എൻ്റെ മോളും വേറൊരു വണ്ടിയിൽ. ഞങ്ങൾ കുറേ ആയിട്ട് യാത്രയൊക്കെ പോയിട്ട് അപ്പോൾ അങ്ങനെ അച്ഛനെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോവാറുണ്ട്. അച്ഛൻ കുറേ ആയിട്ടൊന്നും ദൂരേക്കൊന്നും വരലില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ പോവാൻ പ്ലാനിട്ട് പോകുന്നത് വേറെ എവിടെയല്ല, അച്ഛൻ്റെ സിസ്റ്റർ വീട്ടിലേക്കാണ്. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്താറായപ്പോൾ ഫസ്റ്റ് തീരുമാനം മാറ്റി ഒന്ന് അമ്മയുടെ സിസ്റ്റർ വീട്ടിലും കയറാമെന്ന്. അപ്പോൾ അവിടെ മക്കളുണ്ടായിരുന്നുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി. ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇരിഞ്ഞാലക്കുട വഴിയാണ് പോകുന്നത്. അപ്പം വഴി ഇങ്ങനെ നോക്കി നോക്കി പോവുകയാണ്. അപ്പം ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ടപ്പോഴൊക്കെ ഇങ്ങനെ പറയുകയാണിത് കല്യാണം കഴിഞ്ഞ റിസപ്ഷൻ നടന്ന ആ പള്ളിയല്ലേ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഇതാ മുന്നോട്ട് പോയപ്പോൾ ഇതാ മേമയുടെ പഴയ വീടെത്തി. അപ്പോൾ അതും ഒരു നൊസ്റ്റാൾജിയാണ്. ഞങ്ങൾ പണ്ടൊക്കെ അവിടെയാണ് പോയി നിൽക്കാറ്. ഇപ്പോൾ ഇതാ പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് കുറച്ച് കൊല്ലങ്ങളായിപ്പോൾ, അധികമായിട്ടില്ല. അപ്പം അനിയൻ അതാ ഫ്രണ്ടിൽ കാറിലുണ്ട്. അപ്പോൾ അവൻ ആദ്യം കാറ് കയറ്റി അവിടേക്ക്. അവൻ കയറിയാലല്ലേ ഞങ്ങൾക്കും കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ അങ്ങോട്ടേക്ക് മഴയൊക്കെ പെയ്താകെ ചളി വിളിയാണ് അവിടെ. അപ്പോൾ ഞങ്ങളും അങ്ങതാ പുറകെ അങ്ങോട്ട് കയറി. അപ്പോൾ അവിടെ 2 വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാലും മുന്നോട്ട് അവൻ കൊണ്ടുപോയി നിർത്തിയപ്പോൾ ഞങ്ങളെ വണ്ടി അവിടെ നിർത്തി. പിന്നെ ബാക്ക് അടിച്ച് പോയാൽ മതിയല്ലോ. അപ്പോൾ അതാ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് 2 പേര് അവിടെ നിൽക്കുന്നു. ഞങ്ങളെ കാറിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ അവൻ പറഞ്ഞു വീഡിയോ ആ മേമേനെയും കൂട്ടി വീഡിയോ എടുക്കുക. അപ്പോൾ അതെടുക്കാതെ മേമ അകത്തേക്ക് ഓടി കയറി. പിന്നെ ഞാൻ അച്ഛനെ കാറിൽ നിന്ന് ഇറക്കി കൊടുക്കുക. വീഡിയോ എടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായി, ഇറക്കി കൊടുക്കല്ലേ. അങ്ങനെ അച്ഛനും അതകത്ത് കയറി, എല്ലാവരും അവിടെ ഇരുന്നു. പിന്നെ മേലെല്ലാം പുതിയ പെയിൻ്റെല്ലാം അടിച്ചത് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി. അപ്പം ഞാൻ ഇവർക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അനിയൻ്റെ വൈഫിനോട് നീ കയറി, ഞാൻ വീഡിയോ എടുക്കാം. അതിൻ്റെ പുറകെ അവനും കയറി. പിന്നെ ഞങ്ങളായിട്ട് അവിടെ താഴെ ഇരിക്കണതിനാ ഞങ്ങളും കയറിപ്പോയി. മോളാണ് ഫോട്ടോഷൂട്ട് അവിടെ എടുക്കുന്നത്. തന്നെ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ താഴെ ചായ കുടിക്കാൻ വിളിച്ചപ്പോൾ ഓരോരുത്തരായിട്ട് താഴോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചായ കുടി കഴിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും പോകാനായിട്ട്. അപ്പം ഞാൻ മുറ്റത്തെ പച്ചപ്പെല്ലാം കണ്ടപ്പോൾ അതൊരു ഭംഗി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പോകാൻ റെഡിയായി. അപ്പോൾ മേമയും കൂടെ വരുന്നുണ്ട് പറഞ്ഞു. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇത് ഗ്രൂപ്പിലിട്ടാലാണ് എല്ലാവരും ഒന്ന് കാണും, നാട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം എല്ലാവർക്കും കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയാണ് അച്ഛൻ്റെ സിസ്റ്റർ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഫുഡ് കഴിക്കണം. ഉച്ച സമയമായി, 1 മണിയായി. അപ്പം കാറ് ബാക്ക് അടിക്കുമ്പോൾ അവളോട് നോക്കാൻ പറഞ്ഞിട്ട് അവൾ പുറത്ത് പോയി നിൽക്കുക. ഞങ്ങൾ കൂടൽമാണിക്ക അമ്പലത്തിൻ്റെ അടുത്താണ് ഫുഡ് കഴിക്കാൻ കയറിയത്, ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ. അങ്ങനെ ഞങ്ങൾക്കൊരു സദ്യയൊക്കെ കിട്ടി, ഞങ്ങളത് കഴിച്ചു. ഞാൻ ചോറിലൊരു കുഴിയൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു, സാമ്പാർ ഫുഡെല്ലാം കഴിച്ചു, റെഡിയായി, സെറ്റായി ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ കയറി കുറേ നേരം അവിടെ ഇരുന്നു. അഡ്മിഷൻ ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു, വീട്ടിലേക്ക് പോകേണ്ടി വന്നുമില്ല. അപ്പോഴേക്കും സന്ധ്യയായി. ഞങ്ങളിതാ കാറും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഹോസ്പിറ്റലിൽ നിന്ന്. ഇനി ഇരുട്ടാവുന്നതിന് മുമ്പ് കോഴിക്കോട് എത്തണ്ടേ. അങ്ങനെ ഇതാ ഞങ്ങൾ കൂടൽമാണിക്ക അമ്പലത്തിൻ്റെ മുമ്പിലെത്തി. ഇനി തിരിച്ച് പോരുന്നതും ആ വഴിക്ക് തന്നെയാണ്. തൃശ്ശൂർ റോഡ് പണി ആയതുകൊണ്ട് അതിലേക്ക് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചാവക്കാട് കൂടി വരാം. സമയം 9:30 മണി. വിശപ്പ് സഹിക്കാൻ വയ്യ, എല്ലാവരും തളർന്നു. ഫുഡെല്ലാം ഓർഡർ ചെയ്ത്
ഫുഡൊക്കെ വന്നു കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴേക്കും സാധനം എല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ കുറച്ച് റൈസാണ് പറഞ്ഞത്, ഫ്രൈഡ് റൈസ്. അങ്ങനെ റൈസൊക്കെ കഴിച്ചു. അത് തീർന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്ന് ഓർഡർ ചെയ്തു. അങ്ങനെ രണ്ടാമത്തെ ഫ്രൈഡ് റൈസും വന്നു. ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ സെറ്റായി. അപ്പോൾ ഇവളൊരു ഗോഷ്ഠീൻ്റെ അടുത്ത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്രയായി. ഹൈവേ എത്തിയപ്പോൾ നല്ല റോഡല്ലേ, വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗി, ലൈറ്റൊക്കെ ഇട്ടിട്ട്. കുറേ നേരമൊക്കെ ഈ പണി കഴിയാത്ത വഴി കൂടെ പോന്നിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിതാ റോട്ടിൽ കയറി. ഞങ്ങൾ അവരെ ഓവർടേക്ക് ചെയ്തു ഇങ്ങനെ പോവുക. ഞങ്ങൾ കോഴിക്കോട് എത്താനായി. അത്രയേ ഉള്ളൂ. ബൈ.